ഹാൻഡ് വർക്ക് ചാർജും ഷിപ്പിംഗ് ചാർജും പിന്നെ സ്റ്റിച്ചിങ് ചാർജും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു എമൗണ്ട് കസ്റ്റമറിനോട് പറയും. കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസോ ഇട്ട് കൊടുക്കും. അവർ അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് വന്നാൽ മാത്രമേ നമ്മൾ പിറ്റേന്ന് തൊട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്തുകൊണ്ട് വന്ന രീതി. ആദ്യമൊക്കെ ഞാൻ ഹാഫ് പേയ്മെൻറ്റിൽ വർക്ക് എടുക്കുമായിരുന്നു. പക്ഷെ ഹാഫ് പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ മെറ്റീരിയലും എടുത്ത് ഹാഫ് പേയ്മെൻറ്റിലൊക്കെ മെറ്റീരിയലും ഒക്കെ വാങ്ങാനുള്ള ക്യാഷേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്ത് എന്നേലും അവർ പേയ്മെൻറ്റ് ഇട്ട് തന്നാൽ മാത്രമേ നമുക്കത് ഷിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആദ്യം ഒരു 6 മാസമൊക്കെ ഞാൻ ആ ഒരു രീതി ഫോളോ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അത് ടോട്ടലി ഞാൻ നിർത്തി. പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. അത് നമുക്ക് ലോസ് ആവുന്നൊരു പരിപാടിയാണ്. നമുക്കുള്ള പേയ്മെൻറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതി